ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവയോൺമെന്റൽ ആക്ട് ആൻഡ് MNREG, അങ്ങനെ കുറച്ച് ആക്ടുകളും പിന്നെ ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചത് ഫുഡ് സെക്യൂരിറ്റി ആക്ടും MGNRE എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. ഓക്കെ, അപ്പൊ ബാക്കി എൻവയോൺമെന്റ് ആക്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് MNREG എന്ന് തുടങ്ങാം. 2005 ഈ ഒരു സ്കീം തുടങ്ങുന്നത്. സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീമാണ്. ഓക്കെ, സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീമാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാവുന്നതാണ്. നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്, നോഡൽ മിനിസ്ട്രി അണ്ടർ MNREGA ഈസ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. പർപ്പസ് അറ്റ്ലീസ്റ്റ് 100 എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ 2025 ജൂലൈ 9 നടക്കാനിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 741/2024 ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 2025 മെയ് 11 വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും സാധിക്കും. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അതിനായി ടെക് PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ടെക് PSC ആപ്പിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ്, ടോപ്പിക് വൈസ് എക്സാംസ്, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ്. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഓഫ് ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെന്റ് ടു റൂറൽ ഹൗസ് ഹോൾഡ്. അപ്പൊ റൂറൽ ഹൗസ് ഹോൾഡിനെ എയിം ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണ്. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 100 days ഓഫ് ഗ്യാരണ്ടീഡ് വേജ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഈ ഒരു ഡേയ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 150 days എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. റോങ് ആണ്. 100 days ഒരു ഇയറിലാണ് 100 days വരുന്നത്. അവിടെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 year 3 year എന്നൊക്കെ മാറ്റി കൊടുക്കും. 1 yearലാണ് ഈ ഒരു 100 days ഓഫ് ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്ക് ആയിരിക്കും MGNREയുടെ അണ്ടറിൽ കൊടുക്കുന്നത്. അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. ഇതായിരുന്നു നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നത്. പ്രീവിയസ് ഇയറിൽ സ്കിൽഡ് മാനുവൽ വർക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സ്കിൽഡ് ആണെങ്കിൽ ഇവർക്ക് ഈ ഒരു സ്കീം സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അൺസ്കിൽഡ് ആയിട്ടുള്ള റൂറൽ ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ട് തുടങ്ങിയത് സ്കീമാണ്. ഹലോ, അത് ഞാൻ ആദ്യം ഒന്ന് പറയോ? MNREGA അതിന്റെ ഫുൾ ഞാൻ ഇപ്പൊ ക്ലാസ് കയറിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. ഫസ്റ്റ് സ്ലൈഡ് ആയത്, ഫസ്റ്റ് സ്ലൈഡ് കേട്ടോ. ഓക്കെ 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 2005 തുടങ്ങി. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. നമ്മുടെ നോഡൽ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിലാണ് MGNRE തുടങ്ങിയത്. അതേപോലെ തന്നെ 100 days ഓഫ് ഗ്യാരണ്ടീഡ് വേജ്, അതായത് നമ്മൾ 100 ദിവസമാണ് പറയുന്നത്. ഒരു വർഷത്തിലാണ് 100 ദിവസം എന്ന് പറയുന്നത്. നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 days എന്നുള്ള ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് വന്നത്. 150 days എന്നായിരുന്നു വന്നത്. അപ്പം ശ്രദ്ധിക്കുക, 100 days ഓഫ് ഗ്യാരണ്ടീഡ്. ഇല്ല പറഞ്ഞില്ല. നെക്സ്റ്റ് സ്ലൈഡിലാണ്. ഇല്ല പറഞ്ഞിട്ടില്ല. അത് നെക്സ്റ്റ് സ്ലൈഡിലാണ്. ഓക്കെ, ഇനി അൺസ്കിൽഡ് മാനുവൽ വർക്കാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. സ്കിൽഡ് അല്ല, അത് ഓർക്കുക. ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 18 മുകളിലുള്ള അഡൾട്ട് മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു MGNRE എന്ന് പറഞ്ഞ സ്കീം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇൻ 1991 PV നരസിംഹ റാവു ഗവൺമെന്റ്, അപ്പോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവാണ്. MGNREGA ഒരു ഹിസ്റ്ററി നമുക്ക് ഫസ്റ്റ് നോക്കാം. PV നരസിംഹ റാവു ഗവൺമെന്റ് ആണ് 1991 ഇങ്ങനെ ഒരു പൈലറ്റ് സ്കീം വേണം, റൂറൽ ഏരിയാസിലെ പീപ്പിളിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട് ഒരു സ്കീം വേണം എന്ന് പറഞ്ഞത് PV നരസിംഹ റാവു ഗവൺമെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1991 ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ടൊരു ആലോചന അല്ലെ പ്രപ്പോസിഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അഗ്രികൾച്ചറൽ ലേബറിന് വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ഇത് തുടങ്ങിയത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്.
ഓക്കെ, ബിൽഡിങ്സ് പണിയാന്, അങ്ങനെയുള്ള കാര്യത്തിന്. അതേപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി എൻഹാൻസിങ്ങിന്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ, അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, ഈ 3 എയിമിനെ തുടർന്നിട്ടാണ് ഇനിഷ്യലി ഈ MGNREGA എന്ന് പറഞ്ഞ സ്കീം വന്നത്. ഓക്കെ, ദിസ് സ്കീം ഈസ് ഓൾസോ കാൾഡ് എംപ്ലോയ്മെന്റ് അഷ്വറൻസ് സ്കീം. എംപ്ലോയ്മെന്റ് അഷ്വറൻസ് സ്കീമാണ് ഫസ്റ്റ് ഇതിനെ ആദ്യം വിളിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇത് MGNREGA ആയിട്ട് വന്നത്. ഈ MGNREGA ആയി വന്നതെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടെ മെർജ് ആയിട്ടാണ് ഈ MGNREGA ആയത്. എംപ്ലോയ്മെന്റ് അഷ്വറൻസ് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമായിട്ട് ഇത് ആദ്യം വന്നെങ്കിലും പിന്നീട് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സ്കീമും കൂടെ രണ്ടും കൂടെ മെർജ് ആയിട്ടാണ് MGNREGA എന്നൊരു സ്കീമായിട്ട് ആക്കിയത്. ഓക്കെ, അപ്പൊ ലീഗൽ റൈറ്റ് ടു വർക്ക് ആണ് ഇവിടെ കൊടുക്കുന്നത്. ലീഗൽ ആയിട്ടുള്ള റൈറ്റ് ആണ് ഈ ഒരു സ്കീമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. MGNREGA ആക്ട് 2005. ഇപ്പം ആക്ട് വന്നത് 2005 100 days of wage employment for rural households ensuring unskilled manual labor. അപ്പോൾ ഒരു ലീഗൽ റൈറ്റ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് ടു പ്രൊമോട്ട് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എൻ അഡീഷണൽ 50 days ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഡ്രോട്ട് ഓർ കലാമിറ്റി എഫക്റ്റഡ് ഏരിയാസ്. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ 150 days എവിടെയാ വരുന്നത് എന്നുള്ളത്. 150 days വരുന്നത് ഡ്രോട്ട് അല്ലെങ്കിൽ കലാമിറ്റി എഫക്റ്റഡ് ഏരിയാസിൽ, അവിടെയാണ് ഈ ഒരു 150 days കൊടുക്കുന്നത്. അതായത് 100 days കൂടാതെ ഒരു എക്സ്ട്രാ ഒരു 50 days കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, കവറേജ് എന്ന് പറയുന്നത് ദ സ്കീം കവേഴ്സ് ദ എൻറ്റയർ കൺട്രി എക്സ്ക്ലൂഡിംഗ് ഡിസ്ട്രിക്ട്സ് വിത്ത് 100% അർബൻ പോപ്പുലേഷൻ. ഓക്കെ, അപ്പം കവറേജ് വരുമ്പോൾ 100% അർബൻ പോപ്പുലേഷനെ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് റൂറൽ ഏരിയാസിന് തന്നെയാണ്. ഓക്കെ, റൂറൽ ഏരിയാസിന് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. ഓക്കെ, അത് കൂടാതെ അർബൻ പോപ്പുലേഷൻ എടുത്താലും നമ്മൾ ഒരു 100% അർബൻ പോപ്പുലേഷനെ ഡിസ്ട്രിക്റ്റിനെ ഈ ഒരു സ്കീം കവർ ചെയ്യുന്നുണ്ട് ദ എൻറ്റയർ കൺട്രിയിൽ. ഓക്കെ, ഡിമാൻഡ് ഡ്രിവൺ ഫ്രെയിംവർക്ക്. ഇറ്റ് മീൻസ് ദ എംപ്ലോയ്മെന്റ് അണ്ടർ ദ സ്കീം ഈസ് പ്രൊവൈഡഡ് ഓൺ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ്. നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം MGNREGA പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, ഡിമാൻഡ് വെക്കണം എന്നൊക്കെ പറയുന്നേക്കാം. അപ്പൊ ഡിമാൻഡ് എന്ന് പറഞ്ഞാല് ഓരോ പഞ്ചായത്തിനും അവരുടെ പഞ്ചായത്ത് മെമ്പർ വഴി, പഞ്ചായത്തിലാണ് ഇതിന്റെ ഒരു ഏറ്റവും നമ്മൾ പറയുകയാണെങ്കിൽ പഞ്ചായത്ത് ലെവലിൽ നിന്നാണ്, ഏറ്റവും ഡൗണിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഡിമാൻഡ് വെക്കുന്നത് ആരാണ്? പഞ്ചായത്തിൽ നിന്നാണ്. എംപ്ലോയീസ് അവരുടെ കാര്യം ഓരോ പഞ്ചായത്തിലും പറയുമ്പോൾ ആ പഞ്ചായത്തിൽ നിന്നാണ് ഇത്ര പേർക്ക് ഡിമാൻഡ് വെക്കണം എന്നുള്ളത് തുടങ്ങുന്നത്. അപ്പൊ ഒരു ഡിമാൻഡ് ഡ്രിവൺ ഫ്രെയിംവർക്ക് ആണ്. ഇഫ് ദ എംപ്ലോയ്മെന്റ് ഈസ് നോട്ട് ഗ്രാൻഡഡ് വിത്തിൻ 15 days ഓഫ് റിക്വസ്റ്റ്, ഇവർ റിക്വസ്റ്റ് ചെയ്തിട്ട് 15 daysനുള്ളിൽ എംപ്ലോയ്മെന്റ് ഗ്രാൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൂടി പ്രൊവൈഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ വർക്ക്സ് അണ്ടർ ദ സ്കീം മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ബൈ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ്. അതായത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ തലത്തിലും സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ബ്ലോക്ക്, ഇങ്ങനെ ഓരോ തലത്തിലും എന്താണ് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഇല്ലേ, അത് ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിലും MGNRE ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് അവർക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 50% വർക്ക്സും ഗ്രാമപഞ്ചായത്തിന്റെ അണ്ടറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഗ്രാമസഭയായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഗ്രാമപഞ്ചായത്തായിരിക്കും. ഓക്കെ, അപ്പം ഇത് ആലോചിക്കുക, 50% ആണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ആരായിരുന്നു ഫുൾ ഫോം ചോദിച്ചിട്ടുള്ളത്? MGNREGA. ഇപ്പൊ കണ്ടോ ഫുൾ ഫോം? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ആക്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ
MGNREGA എന്ന് ചേർക്കണം. ഓക്കെ, ഗ്യാരണ്ടി പ്രോഗ്രാം എന്നുള്ളത് ചിലയിടത്ത് കാണും അല്ലെ. അപ്പൊ നമ്മൾ MGNREG എന്ന് മാത്രം പറയുന്നുണ്ട്, ചിലപ്പോ P എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് ഓരോ ഡെഫിനിഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത്. ഇനി MGNREGS എന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ പല രീതിയിൽ ഈ ഒരു ആക്ടിനെ നമുക്ക് പറയാം. അപ്പം ആക്ട് ആയിട്ടാണ് നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി അതിൽ ഓരോരോ പ്രൊവിഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടിയിൽ പ്രൊവൈഡ്സ് 100 days ഓഫ് വേജ് എംപ്ലോയ്മെന്റ് പെർ ഹൗസ് ഹോൾഡ്. ഇവിടെ ആകെയുള്ള എക്സെപ്ഷൻ ഏതാണ്? ഡ്രോട്ട് എഫക്റ്റഡ് ഏരിയാസിൽ മാത്രം ഒരു എക്സ്ട്രാ 50 days കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡേയ്സ് എന്ന് പറയുന്നത് 150 days ആയിട്ട് മാറും. വർക്ക് ഗ്യാരണ്ടി മിനിമം വേജസ് വർക്ക് 15 ദിവസത്തിനുള്ളിൽ വർക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, വർക്ക് അഷ്വർ ചെയ്യുന്നുണ്ട്. ലോക്കൽ ഗവർണൻസ് ഇംപ്ലിമെന്റേഷൻ നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത് വഴി ഗ്രാമപഞ്ചായത്ത് ആയിരിക്കും 50% എക്സിക്യൂഷനും ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഗ്രാമസഭ. എംപവർമെന്റ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഇപ്പം വുമൻസ് അല്ലെ, വുമൻസ് തീരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും കൂടുതൽ എംപവർ ചെയ്യാനായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ കൊണ്ട് പറ്റുന്നത്. പോവർട്ടി റിഡക്ഷൻ, അപ്പൊ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പോവർട്ടി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റൂറൽ എക്കണോമിക് റെസിലിയൻസ്, എക്കണോമിക് റെസിലിയൻസ് പറയുമ്പോൾ എന്താണ്? അവർക്ക് എക്കണോമിക്കലി ഒരു നേരിടാനുള്ള ഒരു ശക്തി കിട്ടുന്നുണ്ട്. റെസിലിയൻസ്, എന്തിനേയും തരണം ചെയ്യാനുള്ള ഒരു ശക്തി ഈ ഒരു പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിലേക്ക് വരാം. The Mahatma Gandhi National Rural Employment Guarantee Act (MGNREGA) has the following objectives: provide 100 days of guarantee wage employment to rural unskilled labor, increase economic security increase ചെയ്യാണ്, decrease migration of labor from rural to urban area. ഈ റൂറൽ പീപ്പിളിന് വർക്ക് ഇല്ലാത്തതിന്റെ പേരിൽ അവർക്കൊരു വരുമാനം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് അവർ അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈഗ്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? MGNREGA ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിഫറൻഷിയേറ്റ്സ് ഇറ്റ് സെൽഫ് ഫ്രം ഏർലിയർ വെൽഫെയർ സ്കീം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഈ MGNREGA ബാക്കിയുള്ള വെൽഫെയർ സ്കീമുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ബൈ ടേക്കിംഗ് എ ഗ്രാസ് റൂട്ട് ഡ്രിവൺ അപ്രോച്ച് ടു എംപ്ലോയ്മെന്റ് ജനറേഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങുക, അതാണ് ഗ്രാസ് റൂട്ടിന്റെ മീനിങ്. അപ്പോ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പഞ്ചായത്ത് ലെവലിൽ നിന്ന് റൂറൽ പീപ്പിളിനെ ഫോക്കസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. റൂറൽ പീപ്പിളിന്റെ ബേസിക് പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തുടങ്ങിയ ഒരു സ്കീം ആയതുകൊണ്ട് തന്നെയാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും സ്റ്റേറ്റിൽ നിന്നോ ഡിസ്ട്രിക്റ്റിൽ നിന്നോ ഒരൊറ്റ അഡ്മിനിസ്ട്രേഷൻ പോവല്ല ചെയ്യുന്നത്, ഗ്രാമപഞ്ചായത്തിനാണ് ഇതിന്റെ 50% എക്സിക്യൂഷനും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വെൽഫെയർ സ്കീമിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി പീപ്പിളുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു സ്കീമാണ് ഈ MGNREGA എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് നമ്മൾ ഡിഫറൻഷിയേഷൻ ഫ്രം വെൽഫെയർ സ്കീംസ് എന്ന് ചോദിച്ചാൽ ഈ ഒരു വേർഡ് തന്നെ നിങ്ങൾ പഠിക്കുക. ബൈ ടേക്കിംഗ് എ ഗ്രാസ് റൂട്ട് ഡ്രിവൺ അപ്രോച്ച് ടു എംപ്ലോയ്മെന്റ് ജനറേഷൻ. എംപ്ലോയ്മെന്റ് ജനറേഷനെ ഒരു ഗ്രാസ് റൂട്ട് ഡ്രിവൺ അപ്രോച്ച് ആയിട്ട് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MGNREGA ആണ്. ദിസ് പ്രോഗ്രാം അണ്ടർ ദ ആക്ട് ആർ ഡിമാൻഡ് ഡ്രിവൺ നമ്മൾ പറഞ്ഞല്ലോ, ഡിമാൻഡ് ഡ്രിവൺ ഫ്രെയിംവർക്കിലാണ് ഈ ഒരു സ്കീം വർക്ക് ചെയ്യുന്നത്. ആൻഡ് പ്രൊവൈഡ് ലീഗൽ പ്രൊവിഷൻസ് ഫോർ അപ്പീൽ ഇൻ കേസ് വർക്ക് ഈസ് നോട്ട് പ്രൊവൈഡ് ഓർ പേയ്മെന്റ്സ് ആർ ഡിലേഡ്. വർക്ക് പ്രൊവൈഡ് ചെയ്തില്ല അല്ലെങ്കിൽ അവർ ചെയ്തതിന്റെ വർക്കിന്റെ പേയ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പീലിന് പോകാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ഈ സ്കീമിൽ പറയുന്നുണ്ട്. ദിസ് സ്കീം ഈസ് ഫണ്ടഡ് ബൈ, ഇത് ആണ് നമുക്കിനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ ഓർക്കാനുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദി സ്കീം ഈസ് ഫണ്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് which bears the full cost of unskilled labor and 75% of the cost of the material for works undertaken under this law. അതെ, ഇതിപ്പോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. MGNREGA ഫണ്ടിങ് എങ്ങനെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ ഒരു പേയ്മെന്റിന്റെ ഫുൾ ഫണ്ടിങ് കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ 75% എവിടെയാണ് വരുന്നത്? കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ഫോർ വർക്ക്സ്. ഈ വർക്ക്സ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഒന്ന് കിളക്കണമെങ്കിൽ എന്ത് വേണം? മമ്മട്ടി വേണം. അപ്പൊ ഈ മമ്മട്ടി അതൊരു മെറ്റീരിയൽ അല്ലേ, വർക്കിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ. അപ്പൊ ആ മെറ്റീരിയൽ വാങ്ങിക്കാനുള്ള 75%
ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പേയ്മെന്റിന്റെ ഫുൾ ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഡിറ്റ് ദ വർക്ക്സ് അണ്ടർടേക്കൻ അണ്ടർ ദിസ് ആക്ട് ത്രൂ ആനുവൽ റിപ്പോർട്ട്. CEGC ആൻഡ് SEGC രണ്ട് കൗൺസിൽസ് ഈ ഒരു സ്കീമിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. സെൻട്രൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിൽ ആൻഡ് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിൽ. ഈ രണ്ട് കൗൺസിലുകളും കൂടി ചേർന്നിട്ട് അതാത് ഓരോ ജില്ലകളിലെ ഓരോ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഓരോ കൺട്രിയുടെ ഈ ഒരു വർക്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആനുവൽ റിപ്പോർട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് നോക്കുന്ന ആനുവൽ റിപ്പോർട്ട് ഓഫ് ദ സെൻട്രൽ കൺട്രി ആയിരിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് നോക്കുന്നത് എന്തായിരിക്കും, സ്റ്റേറ്റിന്റെ ആനുവൽ റിപ്പോർട്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ സ്കീമിന്റെ ഓഡിറ്റും കാര്യങ്ങളും, എങ്ങനെയാണ് അതിന്റെ ഫണ്ടിങ് പോയത്, പേയ്മെന്റ് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ, താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ, 15 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ജോലി റിക്വസ്റ്റ് ചെയ്തവർക്ക് ജോബ് കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു രണ്ട് കൗൺസിൽസ് ആയിരിക്കും നോക്കുന്നത്, CEGC ആൻഡ് SEGC. ഇനി കുറച്ച് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ സ്കീം കൂടി നോക്കാം. ഇറ്റ് ഗീവ്സ് എ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് കൺട്രോൾ ടു ഗ്രാമപഞ്ചായത്ത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ 50% എക്സിക്യൂഷൻ നമ്മൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്, അല്ലെങ്കിൽ 50% ഒന്നും കൊടുക്കാതെ ഇറ്റ് ഗീവ്സ് എ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് കൺട്രോൾ. ഗ്രാമപഞ്ചായത്തിന്റെ അത്യാവശ്യം അഡ്മിനിസ്ട്രേഷനിലെ ഭരണം ചെയ്യാനുള്ള ഒരു കൺട്രോൾ അല്ലെ, കൺട്രോളിന് ഒരു ചാൻസ് ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അത്യാവശ്യം കൺട്രോൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഫോർ മാനേജിംഗ് പബ്ലിക് വർക്ക്സ് ആൻഡ് സ്ട്രെങ്തനിങ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്രാം സഭാസ് ആർ ഫ്രീ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് റെക്കമെൻഡേഷൻസ് ഫ്രം ഇന്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഇപ്പൊ ഗ്രാമസഭ നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റിൽ നിന്നും ഡിസ്ട്രിക്റ്റിൽ നിന്നും പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി കേൾക്കണം എന്നൊരു നിയമം ഈ സ്കീമിൽ പറയുന്നില്ല. അവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ റിജക്ഷനോ എന്തെങ്കിലും കാര്യം റിജക്ഷൻ ചെയ്യണോ എങ്കിൽ അതിനുള്ള റൂളും കാര്യങ്ങളും ഒക്കെ പവറൊക്കെ ഗ്രാമപഞ്ചായത്തിനുണ്ട്. ഓക്കെ, it incorporates accountability in its operational guidelines and ensures compliance and transparency at all levels. Accountability and transparency നമ്മൾ ഇപ്പൊ പഠിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാ ആക്ടിലും, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നമ്മൾ പറഞ്ഞു, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി എല്ലാം അവിടെയും പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, എല്ലാം ട്രാൻസ്പെറന്റ് ആണ്, ഓപ്പൺ ആണ്. പ്രത്യേകിച്ച് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള രീതികളൊന്നും ഈ സ്കീമിൽ ഇല്ല. എല്ലാം അക്കൗണ്ടബിലിറ്റി അതേപോലെ തന്നെ ട്രാൻസ്പെറന്റ് രണ്ടും ഫോളോ ചെയ്യുന്ന സ്കീമാണ്. Ever since the scheme was implemented, the number of jobs has increased by 240% in the past 10 years. ഇത് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. കഴിഞ്ഞ 10 വർഷത്തിൽ 240%, അതായത് 100 നമ്പർ ഓഫ് ജോബ്സ് ആയിരുന്നുവെങ്കിൽ ഈ 10 വർഷത്തിനോടകം ആ 100 എന്നുള്ളത് 240 അതായത് 140 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആ 100ന്റെ കൂടെ, അതായത് 240% ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദ സ്കീം ഹാസ് ബീൻ സക്സസ്ഫുൾ ഇൻ എൻഹാൻസിംഗ് എക്കണോമിക് എംപവർമെന്റ് ഇൻ റൂറൽ ഇന്ത്യ ആൻഡ് ഹെൽപ്പിംഗ് ഓവർകം ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട്. ഇപ്പം കൂലി കൊടുക്കാതിരിക്കുക, ഓരോരുത്തർ ജോലിക്ക് വിളിച്ച് ജോലി ഇല്ലാതെ വരുമ്പോ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് ജോലിക്ക് പോയിട്ട് ലാസ്റ്റിൽ എന്താണ് ഒരു കൂലി, ആ ജോലി ചെയ്തതിൻ്റെതായിട്ടുള്ള ന്യായമായ കൂലി അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്നും ഒക്കെ തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന ഒരു സ്കീം കൂടിയാണ് MGNREG. ദി സ്കീം ഹാസ് ഓൾസോ ഡിമിനിഷ്ഡ് വേജ് വോളാറ്റിലിറ്റി ആൻഡ് ജെൻഡർ പേ ഗ്യാപ്പ്. ഇപ്പൊ ജെൻഡർ പേ, അപ്പൊ നമ്മളൊക്കെ അറിയാം, ആണുങ്ങൾക്കാണെങ്കിൽ കൂടുതൽ വേജ്, പെണ്ണുങ്ങൾക്കാണ്. ഇപ്പൊ അഗ്രികൾച്ചർ ലേബർ ആണെങ്കിൽ പോലും നമ്മളിപ്പോ ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്ന ആണുങ്ങൾക്കാണെങ്കിൽ എന്താ, അവര് മിനിമം ഇത്ര പറഞ്ഞിട്ടുണ്ട്, അതിൽ കുറവാണെങ്കിൽ അവരിവിടെ ജോലിക്ക് നിൽക്കില്ല എന്ന് തന്നെ പറയും. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ആ ഒരു ജോലി പോയാൽ മറ്റൊരു ജോലി തേടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അവര് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിൽക്കും. അപ്പം ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇവിടെ ഇല്ല. ഇനിയും പറയുന്നത് ആക്റ്റീവ് ജോബ് കാർഡ്സ്. ഇത് ശരിക്കും കുറച്ച് ഓൾഡ് ഡേറ്റ ആണ്, 3-4 വർഷം മുമ്പുള്ളതാണ്. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആക്റ്റീവ് ജോബ് കാർഡ്സ് 9.3 crores, ഇപ്പൊ കുറച്ചുകൂടെ 10 crores അടുപ്പിച്ചായി കാണണം. ഓക്കെ, ഇപ്പം 2020 to 2021 ഒരു വർക്കേഴ്സിന്റെ എമൗണ്ട് പറയുന്നുണ്ട്. 28.83 crores വർക്കേഴ്സ് ആണ് ആ ഒരു ടൈമില് MGNREGയുടെ അണ്ടറിൽ എംപ്ലോയ്മെന്റ് ഗെയിൻ ചെയ്തത്. The other features of MNREGA scheme, fund sharing നമ്മൾ പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് 100% for unskilled labor cost and 75% of material cost. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ബാക്കിയുള്ള 25% മെറ്റീരിയൽ കോസ്റ്റ് കൊടുക്കുന്നത്.
വേജ് പേയ്മെന്റ് മെക്കാനിസം ഫോളോ ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് മിനിമം വേജസ് ആക്ട് 1948. മിനിമം വേജസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വേജ് പേയ്മെന്റ് മെക്കാനിസം ആണ് MGNRE ഫോളോ ചെയ്യുന്നത്. Payments are made directly to the workers' bank accounts or Aadhaar linked accounts, ensuring transparency. Individuals are entitled to receive കോമ്പൻസേഷൻ ഫോർ ഡിലേഡ് പേയ്മെന്റ്. പേയ്മെന്റ് ഡിലേ ആവുകയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 0.05, ഏകദേശം 0.05%. അതായത് നമ്മളിപ്പോ ഒരാളുടെ നിന്ന് പൈസ മേടിച്ചാൽ പലിശ കൊടുക്കില്ല, അതെന്ന് പറയുന്ന പോലെ ഈ ജോലി ചെയ്തിട്ട് ശമ്പളം താമസിക്കുവാണെങ്കിൽ അതിനുള്ള ആ ഒരു റേറ്റ്, ഈ ഒരു റേറ്റ് അനുസരിച്ചുള്ള കോമ്പൻസേഷൻ കൂടി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ് ദ അൺപെയ്ഡ് വേജസ് പെർ ഡേ, എത്ര ദിവസത്തെ ആണോ അൺപെയ്ഡ് വേജസ് ഉള്ളത് അത്രയും ദിവസത്തെ വെച്ചിട്ടാണ് ഈ ഒരു പെർസെന്റേജ് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ 16th ഡേ ആഫ്റ്റർ ക്ലോഷർ ഓഫ് ദ മസ്റ്റർ റോൾ ലിസ്റ്റ് ഓഫ് വർക്കേഴ്സ്. ഓക്കെ, അപ്പൊ ലിസ്റ്റ് ഓഫ് വർക്കേഴ്സിനാണ് ഈ മസ്റ്റർ റോൾ എന്ന് പറയുന്നത്. 16th ഡേയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്ന ആ ഒരു ദിവസം വെച്ചിട്ടായിരിക്കും ഈ 0.05% എന്നുള്ള ഒരു റേറ്റ് തീരുമാനിക്കുന്നത്. എത്ര ദിവസമാണോ അവർക്ക് അൺപെയ്ഡ് ചെയ്ത് ആ ഓരോ ദിവസത്തിലും അവർക്ക് ഇത്ര റേറ്റ് വെച്ചിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടും. ആക്സിഡന്റ് കോമ്പൻസേഷൻ അതും ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും വർക്കിന്റെ സമയത്ത് എന്തെങ്കിലും ഇഞ്ചുറീസ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കോമ്പൻസേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ പെർമനന്റ് ഡിസബിലിറ്റി, വർക്ക് സൈറ്റ് ആക്സിഡന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ ആക്സിഡന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഫോക്കസ് ഓൺ വുമൻ എംപവർമെന്റ്, അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. വുമൻസ് നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് ഈ ഒരു സ്കീം. എ മിനിമം ഓഫ് 1/3 ഓഫ് ബെനിഫിഷ്യറീസ് അണ്ടർ MGNRE. അപ്പോ ഈ ഒരു ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു സ്കീം അനുസരിച്ചിട്ട് ഇപ്പൊ ഒരു 90 പേരുണ്ട്, ഒരു പഞ്ചായത്തിൽ 90 പേരുണ്ടെങ്കിൽ ആ 90 പേരിൽ നമ്മൾ 1/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/3 അല്ലെ. 1/3 എന്ന് പറയുമ്പോൾ അതിൽ 60, മിനിമം 1/3 എന്ന് പറയുമ്പോൾ 30 പേരെങ്കിലും സ്ത്രീകളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മാക്സിമം എത്ര പേരെ ആണെങ്കിലും വരാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ പോലും ഇത്ര ഒരു റേഷ്യോ, 1/3 റേഷ്യോ വുമണിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ദിസ് പ്രൊവിഷൻ എംപവേഴ്സ് വുമൺ ബൈ ഓഫറിംഗ് ദം ഈക്വൽ ആക്സസ് വുമൻസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വൾണറബിൾ ഗ്രൂപ്പ്, വൾണറബിൾ ആയിട്ടുള്ള, എക്കണോമിക്കലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. ഇൻ ഫോറസ്റ്റ് ഏരിയാസ് അല്ലെങ്കിൽ ട്രൈബൽ ഹൗസ് ഹോൾഡ്, അവർക്ക് പ്രത്യേകിച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും തന്നെ കാണില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് പ്രകാരം 2006 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ആക്ട് പ്രകാരം അവർക്ക് എക്സ്ട്രാ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്കീം ത്രൂ. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് മേ എക്സ്റ്റെൻഡ് വർക്ക് ഡേയ്സ് ബിയോണ്ട് ദ ഗ്യാരണ്ടീഡ് പീരീഡ് യൂസിങ് സ്റ്റേറ്റ് ഫണ്ട്സ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ള മറ്റൊരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് പീരീഡ് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേറ്റ് ഫണ്ട് യൂസ് ചെയ്തിട്ട് വർക്ക് ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു വർഷത്തിൽ 100 ഡേ വർക്ക് എന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിർത്തണം എന്നൊരു പ്രൊവിഷൻ ഇല്ല. അതിലുപരി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിന് അഡീഷണൽ ആയിട്ട് അവരുടെ ഫണ്ട് യൂസ് ചെയ്തിട്ട് വർക്ക് ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടി. അപ്പോൾ ഇത് കാണിക്കുന്നത് ആ ഒരു ടൈം ലൈനാണ് നമ്മുടെ ആ ഒരു MGNREGയുടെ. ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇയർ ഓർത്ത് വെക്കാനും. In year 2005, the act was passed. Cost sharing സെൻട്രൽ സ്റ്റേറ്റ് 90:10 ആണ് പറയുന്നത്. ഓപ്പൺ ടു ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്, പ്രയോറിറ്റി ഫോർ വുമൺ, 1/3 വുമൺ വരണമെന്ന് പറഞ്ഞു. അതേപോലെ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് 1/4 ഓഫ് ദ വേജ് റേറ്റ് ഫോർ ഫസ്റ്റ് 30 days and 1/2. ഇത് നമ്മൾ ജോലി കിട്ടിയില്ല, അതായത് 15 days കഴിഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് 15 days കഴിഞ്ഞിട്ട് അവർക്ക് എംപ്ലോയ്മെന്റ് അലൗ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസം ആണ് അവർ ജോലി ഇല്ലാതിരുന്നത് ആ ഓരോ ദിവസവും അവർക്ക് വേജിന്റെ by 4 ഓരോ ദിവസം വെച്ച് കിട്ടണം. ആദ്യത്തെ 30 ദിവസം അത്രയും കിട്ടണം. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വേജിന്റെ ഹാഫ് കിട്ടണം. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത് ആ ഒരു വർഷം മുഴുവനും. നോഡൽ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഗ്യാരണ്ടീഡ് 100 days ഓഫ് വർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എന്നുള്ളത്.
സ്കീം കമ്പോണൻസ്. ഈ ഉന്നതി പ്രോജക്ട് ഈ ഒരു സ്കീം MGNREG സ്കീമിന്റെ അണ്ടറിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. പ്രോജക്ട് ഉന്നതി എയിംസ് ടു അപ്സ്കിൽ MGNREGA ബെനിഫിഷ്യറീസ്, ഹെൽപ്പിംഗ് ദം ട്രാൻസിഷൻ ഫ്രം പാർഷ്യൽ ടു ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ആൻഡ് റെഡ്യൂസിംഗ് ദർ ഡിപെൻഡന്റ് ഓൺ ദ സ്കീം. അപ്പൊ ഒരു ഉന്നതി സ്കീമിൽ ഈ ഒരു ബെനിഫിഷ്യറീസിന്റെ സ്കില്ല് എൻഹാൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ വന്നതാണ്. ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ആക്കി മാറ്റുക. ഈ സ്കീമിനെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റ് രീതിയിലേക്ക് അല്ലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു സ്കീമാണ് ഉന്നതി. സ്കീമല്ല, പ്രോജക്ട്. ദ പ്രോജക്ട് ട്രെയിൻസ് 1 adult per household with 100 days of MGNRE work, providing a stipend for up to 100 days fully funded by central government. അപ്പൊ ഈ ഉന്നതിയും ഫുള്ളി ഫണ്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ക്ലസ്റ്റർ ഫെസിലിറ്റേഷൻ പ്രോജക്ട് അതും MGNREGയുടെ അണ്ടറിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ദ CFT aim to provide rural livelihoods under MGNRE in aspirational and backward district, targeting 250 blocks from 117 aspirational districts and 50 from the other backward areas. The project focuses on poverty alleviation through convergence with government programs and leveraging CSR, philanthropic organization and think tanks led by district program coordinator. അപ്പൊ ഈ ക്ലസ്റ്റർ ഫെസിലിറ്റേഷൻ പ്രോജക്ട് ലീഡ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ആണ്. അപ്പോൾ ഇവിടെ റൂറൽ ഹൗസ് ഹോൾഡിന് ഈ പോവർട്ടി അലിവേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഈ ക്ലസ്റ്റർ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത്. 250 ബ്ലോക്സിലായിരിക്കും ഏകദേശം ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്ന ഡിസ്ട്രിക്ട്സിലായിരിക്കും ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെയർ ഫുഡ് ടെക്നീഷ്യൻ. ഇതും മറ്റൊരു പ്രോജക്റ്റ് ആണ്, BFT പ്രോജക്റ്റ്. 2015 ലോഞ്ച് ചെയ്തത്. MGNREG വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് BFT പ്രോജക്ട്. വർക്കേഴ്സ് ഓഫ് സൂപ്പർവൈസേഴ്സ് ഇൻ 20 സ്റ്റേറ്റ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്കിൽസ്. സിവിൽ എഞ്ചിനീയറിംഗ് സ്കിൽസ് ആയിരിക്കും ഈ ഒരു ബെയർ ഫുഡ് ടെക്നീഷ്യനിൽ കൊടുക്കുന്ന കോഴ്സ്. 90 ഡേ റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയിരിക്കും കൊടുക്കുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ഓരോ മോഡ്യൂൾസും കാണും. ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഉള്ള ട്രെയിനിങ് ആയിരിക്കും കൊടുക്കുന്നത്. ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കാണും. മെഷർമെന്റ് ടെക്നിക്ക്, റൂറൽ റോഡ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, റെലവെന്റ് ഡോക്യുമെന്റ്സ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു 90 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ് ബെയർ ഫുഡ് ടെക്നീഷ്യൻ പ്രോഗ്രാം. Ombudsperson. Okay, Ombudsperson. As per MGNREGA Act, Ombudsperson is appointed in each district to handle grievances, investigate and issue awards. എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഈ ജോബേഴ്സ് അല്ലെ എംപ്ലോയീസ് അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് അല്ലെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ഒംബസ്മാൻ. സ്റ്റേറ്റ്സ് മസ്റ്റ് എൻഷുർ കംപ്ലൈന്റ്സ് ആർ റിസീവ്ഡ് ബോത്ത് ഇലക്ട്രോണിക്കലി ആൻഡ് ഫിസിക്കലി. നമ്മളിപ്പോ ഓൺലൈനിലും ഈ ഒരു നേരിട്ട് കൊടുക്കുന്ന അപേക്ഷകൾ ഓൺലൈനിൽ കൂടെ ചെയ്യും. അപ്പൊ നേരിട്ടും ഇലക്ട്രോണിക്കലിയും ഈ അപേക്ഷകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ചുമതല സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അവയർനെസ് മെഷേഴ്സ് ഇൻക്ലൂഡ് displaying the ombudsperson's contact details on citizen information boards and their participation in social audit public hearings. അപ്പോൾ ഈ ഒരു അവയർനെസ്, അതായത് ഒംബസ്മാൻ പേഴ്സണിനെ കുറിച്ചുള്ള അവയർനെസ് എല്ലാ സിറ്റിസൺസിനും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ്സ്. അതേപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ്സ്. അപ്പൊ ഇതൊക്കെ എൻഷുർ ചെയ്യുന്നത് ഒംബസ്പേഴ്സൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പോയി പറയാവുന്നതാണ് എന്നുള്ള ബോധവൽക്കരണം എല്ലാ എംപ്ലോയീസിനും കിട്ടണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ്സ് പ്രവർത്തിക്കുന്നത്. മിഷൻ അമൃത് സരോവർ മാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? മാം ഇതിന്റെ ക്വസ്റ്റ്യൻ മാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇങ്ങനെ ചോദിക്കാണെങ്കിൽ ഒന്നും കൂടി ഒരു ഉഷാറുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ പറഞ്ഞു പോളേ ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇടുകയാണെങ്കിൽ അതൊന്നും കൂടി ഒരു ബെറ്റർ ആയിന്ന് തോന്നാം. ഓ, ക്വസ്റ്റ്യൻസ് നമ്മള് ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ സാധാരണ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ടോപ്പിക് ഇങ്ങനെ കഴിയുമ്പോ ഏകദേശം ഇതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഇതുണ്ടോ. ഇത് ഇങ്ങനെ ഈ ടൈമും ഒക്കെ പ്രശ്നമാണ്. ഈ ഒരു ടോപ്പിക്കും അങ്ങനെയാണ്. നമുക്ക് കുറച്ച് എന്താ തിയറി അറിയാലോ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലെ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്, കുറച്ച് എന്താ നമ്മൾ തിയറി വായിച്ച് പഠിക്കേണ്ട ടൈപ്പ് ഒരു ടോപ്പിക് ആണ്.
എന്തായാലും ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നെക്സ്റ്റ് ആക്ട് പഠിക്കാം. ഓക്കെ ആണല്ലോ അത്? ഓക്കെ ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യട്ടെ. Mission Amrit Sarovar launched in 2022. Mission Amrit Sarovar aims to construct or rejuvenate 75 Amrit Sarovars in every district to conserve water. ഇപ്പം വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് മിഷൻ അമൃത് സരോവർ. ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2022-ലാണ്. അപ്പൊ ഇതും അണ്ടർ MGNREGA സ്കീമാണ്. ദ മിഷൻ കവർ ഓൾ ദ റൂറൽ ഡിസ്ട്രിക്റ്റിനെ എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണ് മിഷൻ അമൃത് സരോവർ. ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ത്രൂ എ ഹോൾ ഓഫ് ഗവൺമെന്റ് അപ്രോച്ച്. അപ്പൊ ഒരു ഹോൾ ഓഫ് ഗവൺമെന്റ് അപ്രോച്ച് കൂടിയാണ് ഈ ഒരു മിഷൻ അമൃത് സരോവർ കൊടുക്കുന്നത്. യൂട്ടിലൈസിംഗ് സ്കീംസ് ലൈക്ക് MGNREGA ആൻഡ് CSR ഫണ്ട്സ്. CSRന്റെയും അതേപോലെ തന്നെ MGNREGA ഫണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മിഷൻ അമൃത് സരോവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. MGNREGA ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ആണ് ഈ ഒരു ആക്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ ഓഡിറ്റ് നമ്മുടെ ഗ്രാമസഭ വഴിയായിരിക്കും നടക്കുന്നത്. അപ് ടു ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് എല്ലാം സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നുണ്ട്. എല്ലാ വർക്ക്സും എക്സ്പെൻഡിച്ചറും ആക്സസ് എല്ലാ റെക്കോർഡ്സും പക്കയായിട്ടാണ് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടായിരിക്കും സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നത്. സെക്ഷൻ 17 ഓഫ് ദിസ് ആക്ട് മാൻഡേറ്റ്സ് ദ ഗ്രാമസഭ ടു മോണിറ്റർ വർക്ക്സ്. അപ്പൊ ഗ്രാമസഭയ്ക്ക് വേണ്ട രീതിയിലുള്ള പവർ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോ സെക്ഷൻ 17-ലാണ് ഗ്രാമസഭയ്ക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഈ ആക്ടിന്റെ സെക്ഷൻ 17 ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മള് കുറച്ചൊരു ഈ മോഡേൺ ടെക്നോളജീസിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൂടെ നമുക്ക് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് നമ്മള് നോക്കട്ടെ ഇനി എന്തോരം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോ ഇതിന്റെ ഇനിഷ്യേറ്റീവ്സ്, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾക്ക് ഇതില് ക്വസ്റ്റ്യൻസ് എല്ലാ സെക്ഷനിൽ നിന്നും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ടൈം നമ്മൾ അലൗ ചെയ്യുന്നില്ല അല്ലെ? അത്രയും ടൈം അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലും തിയറി ഇൻക്ലൂഡ് ചെയ്ത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഓരോ ലൈനിലും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് എല്ലാം ക്വസ്റ്റ്യൻ ആക്കാൻ പോയുള്ള അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ജിയോ MGNREGA അതേപോലെ തന്നെ ഈ വരുന്ന സ്ലൈഡുകളാണ്. ഇതൊക്കെ ഓരോ ലൈനും അവർക്ക് സ്റ്റേറ്റ്മെന്റ് ആക്കാനുള്ള പ്രൊവിഷൻ ഉള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പിന്നെ അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബോർ അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ആക്റ്റീവായിട്ട് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്ന ഈ ഒരു ഇതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇത്രയും പോർഷൻ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനിഷ്യേറ്റീവ്സ് ഫോർ എഫക്റ്റീവ്ലി ഇംപ്ലിമെന്റിംഗ് MGNREGA. ഇപ്പൊ ജിയോ MGNREGA എന്നൊരു കൊളാബറേഷൻ. ഈ കൊളാബറേഷൻ വന്നിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ അസോസിയേഷൻ വിത്ത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSC. ഇപ്പൊ ISROയും മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റും കൂടെ ചേർന്നിട്ടൊരു കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു ജിയോ MGNREGA. ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്, റീസെന്റ് ആയിട്ട് വന്നൊരു കൊളാബറേഷൻ ആണ്. ആൻഡ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ, ISROയും നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററും നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആൻഡ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഇത് ഈ ഒരു ഓർഗനൈസേഷൻസ് എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ജിയോ ടാഗ് അസെറ്റ്സ് അല്ലെങ്കിൽ ജിയോ MGNREGA. ഇതെന്തിനാണ്? ജിയോ നമ്മൾ ജോഗ്രഫിക്കൽ മാപ്പിംഗ് വഴി ഓരോ സ്ഥലങ്ങളും ഏതൊക്കെ ഏരിയാസ് ആണ് ജോബ് ചെയ്യാനുള്ളത്, ഏതൊക്കെ ഏരിയാസ് ആണ് ജോബ് ചെയ്ത് കഴിഞ്ഞത്, ഇതൊക്കെ നമുക്ക് നമ്മൾ GPS യൂസ് ചെയ്യുന്നില്ലേ, അതേപോലെ നമുക്ക് ലൊക്കേഷൻ വഴി അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ജിയോ MGNREGA. ഇത് സൈൻ ചെയ്തിരിക്കുന്നത് 2016-ലാണ്. ഓക്കെ, 2016-ലാണ് ഈ ഒരു ജിയോ MGNREGA സൈൻ ചെയ്തിരിക്കുന്നത്. ജന്മൻരേഖ ഈസ് എ മൾട്ടി ലിംഗ്വൽ മൊബൈൽ ആപ്പ്. ഒരു മൊബൈൽ ആപ്പ് ബേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു MGNREGA ജന്മൻരേഖ എന്നുള്ള ഒരു മൊബൈൽ ആപ്പ് കൂടി MGNREGAയുടെ അണ്ടറിൽ വന്നിട്ടുണ്ട്. NREGA സോഫ്റ്റ് ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ടു റെക്കോർഡ് ദ ആക്ടിവിറ്റീസ് അണ്ടർ MGNREGA. MGNREGAയുടെ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ് ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് NREGA സോഫ്റ്റ് എന്ന് പറയുന്നത്. ജന്മൻരേഖ എന്താണ്?
അതൊരു മൊബൈൽ ആപ്പാണ്, മൾട്ടി ലിംഗ്വൽ, എല്ലാ ഭാഷകളിലും ഉള്ള ഒരു മൊബൈൽ ആപ്പാണ്. ജിയോ MGNREGA ഇസ് ദ കൊളാബറേഷൻ, ഒരു മെമ്മോറാൻഡം സൈൻഡ് ബിറ്റ്വീൻ ISRO, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, NRSC, അതേപോലെ NIC. NRSC, ISRO ഇവർ രണ്ടുപേരും നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ വർക്കിംഗ് അണ്ടർ ISRO ആണ്. NIC വേറൊരു ഓർഗനൈസേഷൻ ആണ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് റീസെന്റ് വന്ന ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി ഗ്രാമസഭയിലും ഗ്രാമപഞ്ചായത്തിലും ഓരോ റോളുകൾ നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് പോകുന്നത് MGNREGA-യിൽ? ഇവർക്ക് രണ്ടുപേർക്കുള്ള റോൾസ് എങ്ങനെയാണ്? റോൾ ഓഫ് ഗ്രാമസഭ ഇൻ MGNREGA. അപ്പോൾ അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി വൈസിൽ വർക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏത് ഏരിയയിലാണ് ആദ്യമായിട്ട് ജോലി തീർക്കേണ്ടത് എന്നുള്ള ഒരു പ്രയോറിറ്റൈസേഷൻ കൊടുക്കുന്നത് ഗ്രാമസഭയാണ്. മോണിറ്റേഴ്സ് ദ വർക്ക് എക്സിക്യൂട്ടഡ് വിത്തിൻ ദ ഗ്രാമപഞ്ചായത്ത്. വർക്ക് നേരായ രീതിയിലാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിൽ മോണിറ്റർ ചെയ്യാം. ഇറ്റ് ആക്ട്സ് ആസ് ദ പ്രൈമറി ഫോറം ഓഫ് സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു അതോറിറ്റിയും കൂടെ ഗ്രാമസഭയാണ്. It also works as a platform to resolve all workers' queries related to any MGNREGA work. അപ്പോൾ എല്ലാ വർക്കേഴ്സിന്റെയും ക്വറീസ് ആദ്യമായിട്ട് ഇവർ പറയുന്നത് ഗ്രാമസഭയിലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കുവഹിക്കുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമപഞ്ചായത്ത് ഓതറൈസ്ഡ് വിത്ത് റോൾ ടു റിസീവ് ജോബ് ആപ്ലിക്കേഷൻ നമ്മൾ കൊണ്ടുകൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിലാണ്. ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യുക, അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക, എല്ലാ ഹൗസ് ഹോൾഡിനെ രജിസ്റ്റർ ചെയ്യുക, ജോബ് കാർഡ്സ് ഇഷ്യൂ ചെയ്യുക, വർക്ക് 15 ദിവസത്തിനുള്ളിൽ അലോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറയും. ഇതെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ റോൾസ് ആണ്. ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെ, ബേസ് ചെയ്തിട്ട് ഈ ഒരു സ്കീം നേരായി നടക്കുന്നതിന്റെ പേയ്മെന്റും കാര്യങ്ങളും എങ്ങനെയാണ്, ജോലി എത്ര ദിവസം കഴിഞ്ഞു, ഇങ്ങനെയുള്ള ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഗ്രാമപഞ്ചായത്തിന്റെ റോളാണ്. റോസ്ഹാർ ദിവസ് അറ്റ് എവറി വാർഡ് വൺസ് എ മന്ത്, ഒരു മാസത്തിലെ ഓരോ ദിവസവും ഒരു റോസ്ഹാർ ദിവസ് വെക്കും ഓരോ വാർഡിലും. അപ്പൊ ഇതെന്തിനാണ് വെക്കുന്നത്? അപ്പോ ഇവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇവരുടെ കാര്യങ്ങളെല്ലാം നേരായ രീതിയിലാണ് നടക്കുന്നത്, ഇതിനൊക്കെയാണ് അങ്ങനെ ഒരു ദിവസം ഒരു മീറ്റിംഗ് പോലെ വെക്കുന്നത്. ഓരോ വാർഡിലും ഓരോ മാസം വെക്കും. ഓക്കെ, ഇതൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ റോൾസ് ആണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ ഒരു MGNREGA എക്സിക്യൂഷൻ, അവരുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റൂള് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ റൂള്. സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിൽ സെറ്റപ്പ് ചെയ്യുക. സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിൽ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു SEGC. ഈ കൗൺസിൽ എന്തായിരുന്നു ചെയ്യുന്നത്? ഓഡിറ്റ്, അല്ലെ, ഓഡിറ്റ് CEGC, സെൻട്രൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിലും സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിലൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നെന്ന് പറഞ്ഞു. അപ്പൊ അതില് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിൽ സെറ്റപ്പ് ചെയ്യുന്നത് സ്റ്റേറ്റിലാണ്, അല്ലെ, സ്റ്റേറ്റ് അണ്ടറിലാണ് വരുന്നത്. റൂൾസ് ഫ്രെയിം ചെയ്യുക, അതേപോലെ തന്നെ SEGF ഗ്യാരണ്ടി ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി അസിസ്റ്റൻസ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? സ്റ്റേറ്റ് ആണ്. പഞ്ചായത്തിനും ഡിസ്ട്രിക്റ്റിനും വേണ്ട റൂൾസ് കൊടുക്കുക, എക്സിക്യൂട്ട് ചെയ്തൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിൽ, അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഒരു അതോറിറ്റി അല്ലേ, സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിൽ. സ്റ്റേറ്റ് ഗവൺമെന്റിനെ MGNREGA സ്കീമിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് അഡ്വൈസ് കൊടുക്കുക, അല്ലെ റെക്കമെൻഡേഷൻ കാര്യങ്ങളും കൊടുക്കുന്നത് ഈ ഒരു കൗൺസിലാണ്. ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. അവർ ഇവാലുവേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ വേണം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനനുസരിച്ച് മോഡിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്.